മലയാള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഷോപ്പിന് മുന്നിലാണ്. അതായത് നമുക്ക് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, അതേപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഒരു അടിപൊളി പേര് ഫ്ലോറ ഗാർഡൻ. നമുക്ക് ഷോപ്പിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. അതുപോലെ നല്ല ക്വാളിറ്റി ചെടിച്ചട്ടികളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഷോപ്പിൻ്റെ എൻട്രൻസ് ആണിത്. വളരെ നല്ല രീതിയിലാണ് ഫർണിഷ് ചെയ്തേക്കുന്നത്. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ യാദൃശ്യമായിട്ട് ഈ വഴി വന്ന് ഇത്രയും നല്ല ഡെക്കറേഷനും പിന്നെ പ്ലാന്റ്സൊക്കെ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഇക്കയുടെ പേരെന്താണ്? എൻ്റെ പേര് നൗഫൽ എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. സെറാമിക് പോട്ട്സ് നമുക്ക് തുടങ്ങുന്നിട്ടുള്ള ഒരു 40 മുതൽ നമുക്ക് ഏകദേശം ഒരു 1200 രൂപ വരെ വില വരുന്ന സെറാമിക് പോട്ട്സ് ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഈ ഡക്കിൻ്റെ ഒക്കെ കാണുന്ന അതിനൊക്കെ എത്ര? ഡക്ക് നമുക്ക് ഏകദേശം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 210 രൂപയാണ്. 210 രൂപ. ഇതെല്ലാം നമ്മൾ അകത്ത് വയ്ക്കുന്നതാണല്ലേ? ഇതെല്ലാം ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ കൂടുതലും ചെറിയ പോട്ടുകളൊക്കെ നമ്മൾ ഈ ക്യാറ്റസ്, അതുപോലെ സക്കുലൻ്റ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വയ്ക്കാനായിട്ട്, ടേബിൾ ടോപ്പ് അങ്ങനെയുള്ള സംഭവത്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ. ഇത് ഏകദേശം നമുക്ക് റേറ്റ് വരുന്നത് 255 രൂപയാണ്. ഇതിന് ഇത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 140 രൂപ വില വരുന്നുണ്ട്. ഇതൊക്കെ 140. അതൊക്കെ ഇന്ത്യൻ മെയ്ഡാണ്. ഇന്ത്യൻ മെയ്ഡ് വരുമ്പോൾ ഏകദേശം റേറ്റ് വളരെ കുറവാണ്. അത് പക്ഷം ഇത് ആകുമ്പോൾ ചൈനയുടെ പ്രൊഡക്ഷനാണ്. ചൈന പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്ക് ഏകദേശം നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കൂടും. ഇതൊരു വെറൈറ്റി ഇത് നമ്മൾ കണ്ടിട്ടില്ല. ഇതല്ല, ഇത് നമ്മൾ സാധാരണ ഒരു ഷോക്കൊക്കെ വയ്ക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വാട്ടർ പ്ലാന്റുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. മണി പ്ലാന്റ്, സിങ്കോണിയം, മോൺസ്ട്ര, അങ്ങനത്തെ വാട്ടർ പ്ലാന്റുകളുണ്ട്. വാട്ടർ പ്ലാന്റൊക്കെ ഇട്ട് ഒരു ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വൈറ്റ്. ഇതൊരു പുതിയ ഇപ്പോൾ ഈ നമ്മുടെ ഷോപ്പിൽ ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇത് ഏകദേശം ഞാനിവിടെ വിൽക്കുന്ന പ്രൈസ് ഒരു 400 രൂപയാണ്. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും, വെഡ്ഡിങ് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ചെറിയ ബബിൾസൊക്കെ ഇട്ട്, വൈറ്റ് ബബിൾസ്, ബ്ലാക്ക് ബബിൾസൊക്കെ ഇട്ട് കൊടുക്കാവുന്ന ഒരു പോട്ടാണ്. ഇത് വരുന്ന ഒരു ഫൈബർ കോട്ടിങ് വരുന്ന ഒരു പോട്ടാണ്. ഇതിവിടെ നമ്മൾ ഏകദേശം 350 രൂപയുടെ പോട്ടാണ്. ഇതിൻ്റെ വലുതും വരുന്നുണ്ട്, ചെറിയ ഐറ്റവും വരുന്നുണ്ട്. ഇതിൻ്റെ ബിഗ് ഉണ്ടാവും ആ ടോപ്പിലിരിക്കുന്നത്. ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് ആ ബിഗ് വരുന്നത്. ഇത് വരുന്നത്, ഇതിൻ്റെ ചെറുത് നമുക്കൊരു 315 രൂപ. ഇതൊക്കെ അത്യാവശ്യം ഫൈബറിൻ്റെ പോട്ടാണിത്. ഇത് വീടിൻ്റെ അകത്ത് യൂസ് ചെയ്യാവുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ബിഗ് വരുന്നുണ്ട്. ബിഗ് വരുമ്പോൾ 390 രൂപ റേറ്റ് വരുന്നതാണ്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ക്വാളിറ്റി ഉള്ളതാണോ അതോ? ഇത് ഒറിജിനൽ പ്ലാസ്റ്റിക് എന്ന് പറയും. അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങനെ ഫെയ്ഡായി പോകുന്നൊരു പ്ലാസ്റ്റിക് അല്ല. ഏകദേശം നമുക്കൊരു 120 രൂപ റേറ്റിനാണ് ഇത് കൊടുക്കുന്നത്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇത് അടിയിൽ ഔട്ടർ വരുന്നത്, ഇത് അകത്ത് ഇന്നർ വരുന്ന ടൈപ്പാണ്. രണ്ട് ഐറ്റാണ്. ഇത് വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട അടിയിൽ ഔട്ടർ വരുന്നതിൻ്റെ ഒരു ചെറിയ പോട്ടാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന സെയിൽ പ്രൈസ് 60 രൂപയാണ്. സെൽഫ് വാട്ടറിംഗ്. ഇതൊക്കെ കൂടുതൽ ഇൻഡോർ വയ്ക്കാവുന്ന പോട്ടുകളാണ് നമ്മളകത്ത് വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി, എല്ലാം ക്വാളിറ്റിയാണ്. ഇതൊക്കെ എസ്സയുടെ പോട്ടാണ്. എസ്സയുടെ പോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറിജിനൽ പോട്ടാണ്. ഒരു പോട്ടാണ്. ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ എസ്സയുടെ പോട്ട് വരുമ്പോൾ ചെറിയൊരു റേറ്റിന് മാറ്റമുണ്ട്. ഒരു 120 രൂപയാണ് ഇതിൻ്റെ മാക്സിമം റേറ്റ് കിടക്കുന്നത്. ഫെനലോസിസ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇത് നമുക്ക് പക്ക ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർക്കിഡിൽപ്പെട്ട ഒരു അത്യാവശ്യം റയറൽ അത്യാവശ്യം വില പിടിപ്പുള്ള ഒരു ഓർക്കിഡാണ്. ഏകദേശം ഒരു 650 രൂപയൊക്കെ റേറ്റ് വരുന്ന ഓർക്കിഡ്. ഇതിൻ്റെ ഒരു അത്യാവശ്യം കളറുകളുണ്ട്, ഒരുപാട് കളർ. ഒരു ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡ് വൈറ്റ് കയറി വന്നാണ് ഒരു ഫ്ലവർ വേറെ ഇരിക്കുന്നത്.
ഇത് അത് തന്നെയാണ് ഫെനലോസിസ്. അതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ്. ഇൻഡോർ മാത്രം, ഇതങ്ങനെ വെയിലൊന്നും കൊള്ളാൻ പാടില്ല. ഇൻഡോർ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. വെള്ളം അത് കൂടുതലും സ്പ്രേ ചെയ്യലാണ്. ലീഫ് അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിലാണ് ഒഴിച്ചു കൊടുക്കാറ്. ഫ്ലവറിൽ അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. ഫ്ലവറിന് ചീയൽ വരും. ഇത് ഏകദേശം ഒരു 4 മാസത്തോളം ഈ ഫ്ലവർ നിൽക്കുമെന്നാണ് പറയുന്നത്. റേറ്റ് തന്നെയാണ് 650, സെയിം റേറ്റാണ്. ഇത് ഫെനലോസിസ് തന്നെയാണ്, സെയിം ആണ്, സെയിം റേറ്റാണ്, സെയിം മെത്തേഡ്. ഇത് നനയ്ക്കാനും നനവിനൊക്കെ. ഇത് പ്രായം കുറഞ്ഞ പ്ലാന്റാണ്. നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് പ്രായം ഉള്ള പ്ലാന്റ്. ഈ വെറൈറ്റി ഇത് ഡെൻഡ്രോബിയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്. ഇത് ഇൻഡോറും ചെയ്യാം. ചെറിയൊരു വലിയ വെയിൽ വേണ്ടില്ല. ചെറിയൊരു വെയിലൊക്കെ നമുക്ക് വെയിലുള്ള സൈഡിൽ മുക്കാറ എന്ന് പറയുന്ന ഒരു ഐറ്റാണ്. ഇത് അത്യാവശ്യം സൺലൈറ്റ് കൊണ്ട് ഇരിക്കാവുന്ന ഓർക്കിഡാണ്. വെയിൽ കൊണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊരു 600 രൂപ. എൻ്റെ ചെറുതുണ്ടായിരുന്നു 400-300 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പം വരില്ല, ഇത്രയും ഫ്ലവറൊന്നും ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ ചെറിയതായിട്ടായി. ഒരു 8 ഇഞ്ച് വരുന്ന പോട്ടാണ്. അതിൻ്റെ തന്നെ ഒരു ചെറുതായിട്ടുള്ളൊരു പോട്ടാണ്. ഇത് ഒരു അത്യാവശ്യം വൈറ്റ്, റെഡ്, ബ്ലാക്ക് കളറൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇതാണോ? അത്യാവശ്യം ഇതിന് റോക്ക് പോട്ട് എന്നൊക്കെ അതിൻ്റെ പറയണേ. അത്യാവശ്യം ഭംഗിയുള്ള ഇത് നമുക്ക് അരേക്കപ്പാമ, അതുപോലെ ഇച്ചിരി ബിഗ് ആയിട്ടുള്ള അഗ്ലോണിമ, അങ്ങനെയുള്ള ഐറ്റംസ് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്ന ഒരു പോട്ടാണ്. ഇത് കോസ്റ്റ് വരുന്നത് 370, 370 ആണ് റേറ്റ് വരുന്നത്. അത് അറ്റ്ലാന്റിക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പോട്ടാണ്. അത് നമ്മളിവിടെ സെയിൽ ചെയ്യാനായിട്ടാണ് 260 രൂപയാണ്. അത് അത്യാവശ്യം മൂവുള്ള പോട്ടാണ്. അതിൻ്റെ വൈറ്റ്, ഗ്രീൻ, റെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മൂവ് ആവണ ഒരു പൊട്ടിപ്പോട്ടാണ്. ഭംഗിയുണ്ട്. നമ്മൾ കിച്ചൺ ഇതായിട്ട് യൂസ് ചെയ്യുന്ന കോഫി മഗ്, ഫ്ലവർ പോട്ടിലൊക്കെയാണ്. അല്ല, അതെ. ഇതൊക്കെ 100 രൂപ വരുന്ന പ്ലാന്റാണ്. സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റുകളാണ് ഇതെല്ലാം. ഇതൊന്നും അങ്ങനെ ടേബിൾ ടോപ്പൊക്കെയാണ് കൂടുതൽ എല്ലാവരും കൊണ്ട് യൂസ് ചെയ്യണത്. ഇത് ഒരുപാട് നനവൊന്നും ഇല്ലാതൊരു പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ടാണ്. ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ കള്ളിമുൾ ചെടികൾ എന്നൊക്കെ പറയുന്നൊരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ് ഇതെല്ലാം. ഇതൊന്നും അങ്ങനെ എപ്പോഴും നനവോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കുറച്ചും കൂടി വലിയ പോട്ടുകളിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അതർ പ്ലാന്റുകൾ വേറെ ഒരുപാട് വരുന്നതാണ്. ഈ മഞ്ഞ കളർ ഇത് നല്ല ഭംഗിയാണ്. ഇതിലേക്ക് രണ്ട് വിഭാഗത്തിൽപ്പെട്ടാണ്. കാറ്റസ് അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൽ വച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ എത്ര നാൾ നിലനിൽക്കും? ഇത് ഇങ്ങനെ വെക്കും. ഇതിൽ നിന്ന് കുറേ പ്ലാന്റുകളൊക്കെ പൊട്ടി വരും സൈഡിൽ നിന്നൊക്കെ. ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അടർത്തി എടുത്ത് വേറെ ഒരു പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് റേറ്റ് വരുന്നത് 150 ആണ്. 150 ആണ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ്. ഇത് ഹവാറ്റിയ എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിൽപ്പെട്ട. അത് ഇൻഡോർ തന്നെയാണ് ചെയ്യാവുന്നത്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം ഭംഗിയുണ്ട്. അതിൻ്റെ വേറൊരു ചെറിയൊരു വെറൈറ്റിയാണ് ഇത്. ചെറിയൊരു വൈറ്റ് വേരിയേഷനൊക്കെ വന്നേക്കുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ കുറച്ചും കൂടി ഒരു മാറ്റം വരുന്നതാണ്. നമ്മൾ വലിയ പോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരും. വേറെ പ്ലാന്റുകളൊക്കെ പൊട്ടി വരും. ഇതൊന്നും ഒരുപാട് നനവില്ല. ഞങ്ങൾക്ക് ഇവിടെ ഞാൻ ഏകദേശം നനയ്ക്കുന്ന ഒരു 8-9 ദിവസമൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം മണ്ണ് നനയാകുമ്പോൾ അതിനൊരു സ്പ്രേ ചെയ്ത് കൊടുക്കില്ല പതിവ്. ഇതൊരു വേറെ വെറൈറ്റിയാണ്. ഇത് 200 രൂപയാണ് ഞങ്ങളുടെ സെയിൽ പ്രൈസ്. ഇതെല്ലാം നമ്മൾ വേറെ വലിയ ചെറിയ കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു പോട്ടിലേക്കൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നല്ല കാണാൻ കൊള്ളാവുന്ന സെറാമിക്കിൻ്റെ പോട്ടിലേക്കൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യണത്.
തീരെ വെട്ടം വേണ്ടല്ലേ? തീരെ വെട്ടം വല്ലപ്പോഴൊക്കെ ഒന്ന് ചെറിയൊരു സൺലൈറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാ ഇൻഡോർ പ്ലാന്റിനും വളരെ നല്ലതാണ്. ലീഫിലുള്ള പ്രാണികൾ ചെറിയ ചെറിയ പാടുകളൊക്കെ പോയി കിട്ടും. ഇത് കാറ്റസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് അതൊരു പ്ലാന്റൊക്കെ പൊട്ടി വരുന്നതാണ് അത് കാണുന്നത്. ഇതൊക്കെ നമുക്ക് വേറെ പ്ലാന്റുകളാക്കി പോട്ട് ചെയ്യാവുന്നതാണ്. ഇതതിൻ്റെ ഇത് 200 rupees തന്നെ. ഇത് 200. അതെ പ്ലാന്റ്സ് ആണല്ലേ? ഓക്കെ. അതെ ഇത് ഇൻഡോറും ഔട്ട്ഡോറും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഔട്ട്ഡോറും ചെയ്യാവുന്നൊരു പ്ലാന്റാണ്. ഇതല്ലേ ഇത് കാണുമ്പോൾ നമുക്കൊരു ഫ്ലവർ ആയിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ലീഫ് തന്നെയാണ്. ഇതെല്ലാം ഒരുപാട് നനവ് വേണ്ടാത്ത ചെടികളാണ്. അത്യാവശ്യം നമ്മുടെ ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. അത് പൂവ് എന്നൊക്കെ പറയാം. അത് നമുക്ക് നോക്കുമ്പോൾ ഒരു കാന്താരി മുളക് വെച്ച പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അടുത്ത് വരുന്ന ഒരു ഫ്ലവറാണത്. അത് ഭംഗിയുണ്ട്. ഇത് 180. ഈ യെല്ലോ കളർ പോട്ടിനൊക്കെ ഏകദേശം എത്ര വരും? ഇവിടുന്ന് 120 ആണ്, 120 രൂപയാണ്. ഈ സൈസുള്ള ഏകദേശം 120 ആ റേഞ്ച് നിൽക്കുന്നല്ലേ? 120 ആണ്. ഇതൊക്കെ 120 തന്നെയാണ്. ഇത് വരുമ്പോൾ ഏകദേശം 140 വരും. അപ്പോൾ അത് നല്ല ഫിനിഷ് ഉണ്ട് അല്ലേ? എങ്ങനെയായാലും ഇതേപോലത്തെ പോട്ട്സ് എല്ലാം വരുമ്പോൾ 200-നുള്ളിൽ തന്നെ. 200-നുള്ളിൽ തന്നെ 120-യുടെ പോട്ടാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന പോട്ടുകളൊക്കെ ഇങ്ങനത്തെ ഇറക്കി വയ്ക്കി യൂസ് ചെയ്യാവുന്നു. ഈ കാണിക്കുന്ന ഡിസ്പ്ലേ സൈക്കിൾ അതൊക്കെ കൊടുക്കാനുള്ളതാണോ? അതെ ഇതിനിട്ടാണ്. സെയിൽ ഡിസ്പ്ലേ ആണ്. സെയിൽ ചെയ്യുന്നതാണ്. ഏകദേശം നമുക്ക് ഏകദേശം ഒരു 1100 റേറ്റ് വരും ഇത്. കാരണം ഇതിൻ്റെ മെറ്റലും ഇതിൻ്റെ പെയിൻറ്റ് അതിന് കോസ്റ്റ് കൂടുതലാണ്. ഫിനിഷ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ബോട്ടിലാട്ടൊക്കെ ഇവിടെ ചെയ്യുന്നതാണോ? അത് വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെ ചെയ്തു തരുന്നത്. നമ്മൾ കണ്ട കാറ്റസ് അവിടെ ഇരുന്ന് കണ്ടതല്ലേ? അവിടെ ഉണ്ടായിരുന്നില്ല. വാത്യ വിഭാഗത്തിൽ പെടുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. രണ്ടാണ്. മാറ്റം. അതൊരു പ്ലാന്റൊക്കെ വരുന്നതാണ് അതിൻ്റെ സൈഡിൽ നിന്ന്. ഇത് 200 വരുന്ന പ്ലാന്റുകളാണ്. വേറെ ഒരു വെറൈറ്റിയാണ്. ഇത് വെറൈറ്റി. അതെ, ഇത് വേറെ വെറൈറ്റി. അവിടെ നമ്മൾ കണ്ടില്ലായിരുന്നു. ഫ്ലവർ പോലെയാണ്. 180 ആണ് ഇതിൻ്റെ. അതിൽ മെയിനായിട്ട് നമുക്ക് ഈ വേണമെങ്കിൽ കാറ്റസിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഏകദേശം ഒരു 3 വർഷം ആകണ കാറ്റസാണ്. ഇത് വച്ചേക്കണ ഒരു മൺകുടത്തിലാണ്. അങ്ങനെ വലിയ നനവൊന്നും ചെല്ലാറില്ല. മൺകുട ആയതുകൊണ്ട് ചെറിയ തണുപ്പ് ഇതിനുണ്ട്. ഇത് ഫോർ സെയിലാണ്. ഇത് വരുമ്പോൾ 1100 രൂപ വരും. ഒരുപാട് കുഞ്ഞുങ്ങളായിട്ട് വന്നേക്കണയാണ് അതൊക്കെ ഷെയ്ഡിൽ കൂടെ. ഇത് കട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന്. ഇത് മുള്ളാണ്. കയ്യിൽ കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അടർത്തിയിട്ട് വേറൊരു പൊട്ട് മിക്സിലേക്കൊക്കെ മാറ്റിയത് വച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഈ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഇത് പോളിഷ് ചെയ്തേക്കണ സ്റ്റോണാണ്. ഇത് ഈ കിടക്കുന്നതെല്ലാം ഇതൊക്കെ നമ്മളിവിടെ പെർ kg 1 kgക്ക് ഏകദേശം ഈ വൈറ്റ് 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ബ്ലാക്ക്. ഇതിൽ ഈ ബോൾ വരുമ്പോൾ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 90 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണം ബോൾ.
സാധാ പെയിൻറ്റ് കല്ലുകളൊക്കെ വരുമ്പോൾ കിലോ 30 രൂപയ്ക്കാണ് പറയുന്നത്. ആ ഇത് ഈ വൈറ്റ് പോളിഷ്ഡ് അല്ലല്ലേ? ഇത് പോളിഷ് അല്ല, ഇത് സാധാ പെയിൻറ്റ് ചെയ്താണ് കല്ലാണ്. അതുപോലെ ഓറഞ്ച്, ഗ്രീന്. ഈ പെയിൻറ്റ് നമുക്ക് എന്തെങ്കിലും പോവോ അങ്ങനെ? ഇല്ല പോകുന്ന പെയിൻ്റ് അല്ല. പിന്നെ താഴത്ത് ഇവിടെ ആകുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ആമ്പല്. ഇതിപ്പോൾ ഇതിൽ ഫ്ലവറും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലവർ ഇപ്പോൾ ഓൾറെഡി ഫ്ലവറിനുള്ളൊരു മുട്ടാണ് അതിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി ഒന്ന് പൊങ്ങിയ വെള്ളത്തിൻ്റെ മേളിൽ വരുമ്പോഴാണ് ഒരു എന്താ പറയുക, സൂര്യപ്രകാശമൊക്കെ അടിച്ച് കഴിയുമ്പോഴാണ് ആ മുട്ട് വിരിയുള്ളൂ. മുട്ട് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ. മിക്ക പ്ലാന്റിൻ്റെയും ഉള്ളിൽ മുട്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെ നമ്മുടെ പ്രൈസ് വരിക? ഇത് നമ്മളിവിടെ സെയിൽ ചെയ്യണത് 260 രൂപയ്ക്കാണ്. കളർ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? കളറ് ഇതിൻ്റെ അകത്ത് ഇനി മുട്ട് പൊങ്ങിയൊന്ന് ചെറുതായിട്ട് വിരിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കളർ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഏകദേശം വയലറ്റ് ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ വയലറ്റും വൈറ്റും കൂടിയും വരുന്ന ഒരു മിക്സ് സൈഡ് വരുന്ന ഒരു പ്ലാന്റ് ആമ്പലും കൂടി ഉണ്ട്. ഇതൊക്കെ ഇൻഡോർ ചെയ്യാവുന്ന പ്ലാന്റുകളാണ്. ഇതിൻ്റെ പേര് അഗ്ലോണിയം പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഏകദേശം നമുക്ക് ഇവിടെ സെയിൽ പ്രൈസ് നമ്മൾ ഇട്ടേക്കണം 500 രൂപയാണ്. ഇതിൻ്റെ ചെറുത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്മോൾ പ്ലാന്റ് ആണ്. ഇതൊക്കെ ഏകദേശം ഒരു 300 രൂപ വില വരും. ഇത് പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും. പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും. നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന, ഇത് ഇൻഡോർ മാത്രമാണ്. ഒരുപാട് വെയിലടിക്കാൻ പാടില്ല. ഇൻഡോർ ചെയ്യാവുന്ന പ്ലാന്റാണ്. നനവെന്ന് പറയുന്നത് 4-5 ദിവസം കൂടുമ്പോഴാണ് നനച്ച് കൊടുക്കാറുള്ളത്. അതിൻ്റെ തന്നെ ഒരു ചെറിയ വേരിയേഷൻ. ഒരു അഗ്ലോണിമയുടെ ഒരുപാട് അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് ഗോൾഡിൽ ചെറിയ പിങ്ക് കളർ ഷെയ്ഡൊക്കെ വന്നേക്കുന്ന ടൈപ്പാണ്. ഇത് ഗ്രീനാണ്. ഇത് അതിൻ്റെ വേറൊരു കളർ, ഗ്രീനും ചെറിയൊരു പിങ്ക് കളറും കൂടി ഷെയ്ഡ് ചെയ്ത് വന്നേക്കണെയാണ്. ഇത് അഗ്ലോണിമ ലോങ് ലീഫാണ്. ഇതിൻ്റെ ലീഫ് നീളം കൂടിയ ലീഫാണ്, വീതി കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണാൻ നല്ലൊരു ഇൻഡോറിൽ ഏറ്റവും നല്ല ഭംഗിക്ക് ചെയ്യാവുന്ന ഒരു പ്ലാന്റുകളിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ. ചേഞ്ച് വരുന്നതാണ്. ചെറിയ ലീഫും അതിൻ്റെ സൈഡ് സിൽവർ കളറ് ഒരു ഗ്രീനൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വന്നേക്കണെയാണ്. വേറൊരു നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ്. പക്ഷെ അത് എല്ലാത്തിലും കളറിൽ വളരെ ചേഞ്ചിങ് ഉണ്ട്. എല്ലാം അഗ്ലോണിമ തന്നെയാണ്. അതിലൊരു ചെറിയ എന്താ പറയുക, ആന്തോറിയത്തിനൊക്കെ ഉണ്ടാവുന്ന ഫ്ലവർ പോലെ ഒരു ചെറിയൊരു ഉണ്ടാവും. ഇത് 500 ആണോ? അല്ല, ഇത് 350 ആണ്. ഇത് കുറഞ്ഞ പ്ലാന്റാണ്. ഇത് അതിൻ്റെ ചെറിയൊരു പ്ലാന്റാണ്. 250 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് അഗ്ലോണിമ തന്നെ പെട്ടാണ്. സ്നോ വൈറ്റ് എന്നൊക്കെ പറയും. ഇതൊക്കെ ഇൻഡോർ ചെയ്യാവുന്ന ചെടികളാണ്. ഇത് നമ്മൾ കണ്ട വലുതൊക്കെ അല്ലേ? ഇത് ഒരു ഗോൾഡ്, നമ്മൾ നേരത്തെ കണ്ട ചെറിയ ലീഫിൻ്റെ ഒരു ഗോൾഡ് കളറൊക്കെ. ഇത് കലാത്തിയ പെട്ടാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ നല്ലോണം വിടർന്ന് നിൽക്കും ലീഫൊക്കെ. ഇത് വൈകുന്നേരം സന്ധ്യയൊക്കെ ആവുന്ന സമയത്ത് ഇത് ഇങ്ങനെ കൂടി നിൽക്കും ലീഫുകളെല്ലാം. ഇത് പ്രൈസ് നമ്മൾ ഇട്ടേക്കണം 300 രൂപയാണ്. അത്യാവശ്യം വലിയ വലിപ്പമായണ പ്ലാന്റാണ് ഇത്. അതിൻ്റെ തന്നെ ഇച്ചിരി കൂടി ചെറിയൊരു മാറ്റം വരുന്ന പ്ലാന്റാണിത്. ഡിസൈൻ ഇതിൻ്റെ ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട്, വയലറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ വരുന്ന ടൈപ്പ് ഉണ്ട്.
ഇതാകുമ്പോൾ ഡാർക്ക് ഗ്രീനാണ്. സാൻസവേരിയ എന്നൊക്കെ പേര് പറയുന്ന ഒരു ഐറ്റം. ഹാങ്ങിങ് പ്ലാന്റ്സ് ഇത് നമ്മൾ കൂടുതൽ മണി പ്ലാന്റുകളുണ്ട് നമ്മുടെ അടുത്ത്. ഇത് മണി പ്ലാന്റ് ഗോൾഡൻ പൊത്തോസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് മണി പ്ലാന്റിലെ മാർബിളാണ്. ഹാങ്ങിങ് പ്ലാന്റ് ഓൾമോസ്റ്റ് 10-20 വെറൈറ്റി ഉണ്ടല്ലോ ഇവിടെ. 20 വെറൈറ്റി അടുത്തുണ്ട്. വിക്ടോറിയ ഗ്രീനാണ്. അതിൽ ചെറിയ ലീഫിൽ ചെറിയ മാറ്റമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വെറൈറ്റി എന്ന് പറയാൻ പിന്നെ ചെറുതാണുള്ളത് കൂടുതൽ. ഇതൊക്കെ അയനത്തിൽപ്പെട്ടാണ്. ഇതതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. എല്ലാത്തിലും കളർ ചേഞ്ചാണ്. പല വെറൈറ്റി പച്ചൻ്റെ ഓറഞ്ച് യെല്ലോ ഇത് വരുന്നത്. ഇതിനൊക്കെ എങ്ങനെ ഇത് 100 രൂപയാണ് പോട്ട്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അല്ലേ? ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുമ്പോഴാണ് ഒരുപാട് പ്ലാന്റ്സുകൾ വളർന്നു വരുള്ളൂ. ഡിഫൻ ബാജിയ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. കാണാനൊക്കെ അത്യാവശ്യം സിംഗിൾ പ്ലാന്റ് വന്നാലും കാണാൻ അത്യാവശ്യം നല്ല ഭംഗി മൂവ്മെൻ്റ് ഉള്ള പ്ലാന്റുകളൊക്കെ. ഇത് സബായ എന്ന് പറയുന്ന CC പ്ലാന്റ് എന്നൊക്കെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്ന ഒരു പ്ലാന്റാണ്. കൂടുതൽ ഇൻഡോർ ചെയ്യുന്നത്, ഓക്സിജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റിൽ പെട്ട എല്ലാം ഇപ്പോൾ കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഇത്. വീടിൻ്റെ ഇൻഡോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും റയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റിൽ പെട്ടാണ്. ഇതാണ് ബ്ലാക്കിൽ ഒരു പുതിയ ലീഫൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന 2 വെറൈറ്റിയാണ്. അത് സാധാ നമ്മളിപ്പോൾ ആദ്യം കണ്ട പ്ലാന്റ് ഏകദേശം ആ വലിയ പ്ലാന്റ് ഒരു 350 രൂപ വരും. അതിൻ്റെ ചെറുത് നമ്മളിവിടെ സെയിൽ ചെയ്യണത് 160-നാണ്. ഈ ബ്ലാക്ക് വരുമ്പോൾ ഒരു 1000 ആ റേറ്റിനൊക്കെയാണ് വരുന്നത്. ടെർട്ടിൽ വൈൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട തന്നെയാണ്. ഇതാണ് വെറൈറ്റി. ഇത് ഡാർക്ക് ഗ്രീനാണ്. പിന്നെ അതിൻ്റെ ചെറിയൊരു ചേഞ്ച് വരുന്നത് ഒരു പിങ്ക് കളറ് വരുന്നത്. ഇത് ബോൺസായി ഇവിടെ ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ഒരു ബോൺസായി ആണ്. ഇതൊക്കെ ഏകദേശം 2 വർഷമാണ്. ഇത് നമ്മളിവിടെ സെയിൽ ചെയ്യണത് 350 രൂപയ്ക്കാണ്. ഇത് പെപ്രോമിയ എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട അത്യാവശ്യം എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റുകളാണ്. ഇൻഡോർ ചെയ്യാവുന്ന പ്ലാന്റാണ് ഇതൊക്കെ നമ്മൾ സെയിൽ പ്രൈസ് 100 രൂപയാണ്. അത്യാവശ്യം തിക്കായുള്ള പ്ലാന്റാണ്. 100 രൂപ. ഇത് ഫേൺ വിഭാഗത്തിൽപ്പെട്ടാണ്. ഇത് ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. ഇങ്ങനെ വിരിഞ്ഞ് ഇൻഡോർ ചെയ്യാവുന്നതായിട്ടാണ്. അത് വെയിൽ തീരെ പാടില്ല, നല്ല തണുപ്പ് വേണം. അത്യാവശ്യം നമ്മൾ സെയിൽ പ്രൈസ് 800 രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യണത്. അതിൻ്റെ ചെറിയ പ്ലാന്റാണ്. ഇതൊക്കെ അതിൻ്റെ സ്മോൾ പ്ലാന്റുകളാണ്. അതിൻ്റെ ചെറുതാണിത്. ഇത് ബിഗോണിയ ഇനത്തിൽപ്പെട്ടൊരു പ്ലാന്റാണ്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. റെഡ്, പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെയിലായി പോയതാണ്. അതൊക്കെ ഏകദേശം 100 രൂപ വില വരുന്ന പ്ലാന്റ്. ഇത് ഫിലോഡൻഡ്രോൺ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, സിൽവർ, റെഡ്. ഇത് റെഡ് വിഭാഗത്തിൽപ്പെട്ടാണ്. ലീഫ് ഗ്രീൻ ഉണ്ട്. പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് ഇതുപോലെ ഒരു ബ്ലാക്ക്
പിന്നെ ഒരു റെഡ്, ഇത് റെഡ് എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്, റെഡ് വിഭാഗത്തിൽപ്പെട്ടാണ്. ഇതിൻ്റെ വേറൊരു ലീഫിൽ ചെറിയൊരു ചേഞ്ച് വരുന്ന പ്ലാന്റാണ് അകത്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് കുറച്ചും കൂടി ഭംഗിയുള്ളതുണ്ടായിരുന്നു, അത് സെയിലായി പോയതാണ്. ഇതങ്ങനെ നനവൊന്നും വേണ്ടാത്ത, ഒരുപാട് വെയിലും പാടില്ല, അത്ര നനവും പാടില്ലാത്തൊരു വിഭാഗം. അതിൻ്റെ ഒരു കാണുന്നൊരു വൈറ്റ്, ഇത് കാണുന്നൊരു ഫ്ലവർ വരുന്നത് പോലെ എല്ലാ ലീഫിൽ കൂടെ ഇതിങ്ങനെ വരുന്നു. ഫ്ലവർ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പുതിയ പുതിയ വിരിഞ്ഞ് വരും. ഇത് ഇവിടെ നമ്മൾ സെയിൽ പ്രൈസ് ഏകദേശം 530 രൂപയാണ് ഡബിളായിട്ട് കിടക്കണം. രണ്ട് ബോട്ടും ഒറ്റ ഹാങ്ങിങ്ങിൽ ഒറ്റ ബെൽറ്റിൽ വന്നേക്കണെയാണിത്. ഇത് കൂടുതലും വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടാണ്. വൈറ്റ് നല്ല. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിലൊരു മീറ്ററും കൂടി ഉണ്ട്, വാട്ടർ, അതിൻ്റെ വെള്ളത്തിൻ്റെ നനവ് അറിയാനായിട്ടുള്ളൊരു മീറ്റർ ഉണ്ട്. അത് ഇതാണ് അതിൻ്റെ മീറ്റർ. നനവ് ഉള്ളപ്പോൾ അതിൻ്റെ റെഡ് മേലുണ്ടാവും. നനവ് കുറയണനുസരിച്ച് ആ റെഡ് നമുക്ക് ചെറിയൊരു താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് എവിടെയാണ് പിടിപ്പിക്കുന്നത്? ഇത് പോട്ടിൻ്റെ ഉള്ളിലാണ് പിടിപ്പിക്കുന്നത്. അതിൻ്റെ മേളിലാണ് നമുക്ക് ഓൾറെഡി മണ്ണ് നമ്മളിട്ടിട്ട് പ്ലാന്റ് അതിലേക്ക് ചെയ്യുന്നത്. അത് ഏകദേശം 35 രൂപ ആ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യാവുന്ന കുറച്ച് നല്ല വെർജിൻ പ്ലാസ്റ്റിക്കാണ്. ഇത് വെയിൽ കൊണ്ടാലും വില കുറവാണ്. വെയിൽ കൊണ്ടാലും അങ്ങനെ ഫെയ്ഡ് ആവാത്ത പ്ലാന്റുകളാണ്. ഇതൊക്കെ കുറഞ്ഞ പോട്ടുകളാണ്. ഇതൊക്കെ ഏകദേശം 10 രൂപ മുതൽ ഒരു 120, 140 ആ റേറ്റ് വരുന്നവരെ ഹാങ്ങിങ് ആയിട്ടുള്ള പോട്ടുകളും നമുക്ക് നിലത്ത് വയ്ക്കാവുന്ന പോട്ടുകളും ഉണ്ട്. അതിൽ സ്റ്റോൺസ് ഇവിടെ ഉണ്ടല്ലോ. സ്റ്റോൺസ് ഇവിടെ കുറഞ്ഞ സ്റ്റോൺസാണ്. അതൊക്കെ 30 രൂപ കിലോ, 30 രൂപയ്ക്ക് കൊടുക്കുന്ന സ്റ്റോൺസ്. ഈ ഒരു സെറാമിക്കിന്റെ സ്റ്റാൻഡില്ലേ? ഇത് നമ്മൾ 900 രൂപയ്ക്ക് സെയിൽ ചെയ്യണം. സെറാമിക്കാണ്. ഇന്ത്യൻ പ്രൊഡക്ഷനാണ്. ഇതിന്റെ പ്ലാസ്റ്റിക് ഉണ്ടോ? ഇതിന്റെ പ്ലാസ്റ്റിക് ഇല്ല, സെറാമിക് തന്നെ. ഇത് ആ നമ്മൾ വെളിയിൽ കണ്ട കൊടുത്തിന്റെ ഒരു ചെറിയ ചേഞ്ച് വരുന്ന ടൈപ്പാണ്. ഇത് ആ റേറ്റ് തന്നെയാണ്, 900 ആണ്. 900 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് അതിന്റെ ചെറുതാണ്. ഇത് പ്ലാസ്റ്റിക് ജലക്സി ബോർഡ് എന്നൊക്കെ പറയും. ജലക്സി സ്റ്റാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു സെറ്റപ്പിലേക്കാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സെയിൽ പ്രൈസ് നമ്മൾ 190 ഫാമിലിയുടെ പോട്ടാണ്. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ്. അത്യാവശ്യം വെർജിനാണ്. 190 ആണ്. ഇതൊക്കെ ഗ്ലാസ്, ഇതൊക്കെ ഏകദേശം ടെറാറിയോ സെറ്റ് ചെയ്യാനായിട്ട് കസ്റ്റമർ യൂസ് ചെയ്യുന്ന ബോട്ടുകളാണ്. ഇതൊക്കെ ഈ വലിയ ബിഗ് ഗ്ലാസ്സിന് വരുമ്പോൾ ഏകദേശം നമുക്ക് 420 രൂപയാണ് നമ്മൾ സെയിൽ പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ റൗണ്ട് ഇത് വരുമ്പോൾ 290 ആണ്. ഇതൊക്കെ ഗ്ലാസ് തന്നെയാണ്. ഇത് 270. അതിൻ്റെ ഒരു ചെറുതാണ് 150 സെയിൽ പ്രൈസ്. പിന്നെ ഉള്ളത് ഒരു ഗ്ലാസ് ബോൾ. ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് വാട്ടർ പ്ലാന്റുകളോ അല്ലെങ്കിൽ ടെറാറിയം സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കളർ ഗ്രേസ് ഒക്കെ കിട്ടും, അതൊക്കെ മിക്സ് ചെയ്ത് ഇതിൽ ഇടാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് 330 രൂപയാണ്. അത്യാവശ്യം വെയിറ്റുള്ള പോട്ടാണ്. പ്ലാസ്റ്റിക് പോട്ടാണ്. അതിൽ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഇച്ചിരി കോസ്റ്റ് വരുന്ന പോട്ടാണ്. അതിൽ ആ ഡിസൈൻ വന്നേക്കുന്നതിൻ്റെ ഒരു ചെറിയ കളറ് പെയിൻറ്റ് അതൊക്കെ വന്നേക്കുന്നതിൻ്റെ ചെറിയ, അതിപ്പോൾ അതിൽ ബിഗ് വരുന്നത് ഏകദേശം നമുക്കൊരു 400 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറുത് 320. പിന്നെ അതിൻ്റെ ചെറുത് 220 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ചേഞ്ച് വരുന്നതാണ് 600 രൂപ ആ വലിയ പോട്ടിന് റേറ്റ് വരും. പിന്നെ അതിൻ്റെ ഒരു കുറച്ച് കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പോട്ടാണ്. ഇത് ഫൈബറാണ്. ഫൈബറിൽ ചെറിയൊരു ഗോൾഡൻ പെയിൻ്റ് കൊടുത്തിട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പോട്ടാണ്. ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം പ്ലാന്റൊക്കെ വെച്ച് അത്യാവശ്യം തിക്കുള്ള പ്ലാന്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മാറും. കോട്ട് നമ്മൾ ഏകദേശം സെയിൽ ചെയ്യണത് 380 രൂപയ്ക്കാണ്.
ഇതാകുമ്പോൾ എത്ര കാലം വേണമെങ്കിലും കളർ ഇതൊന്നും കളറും ഫെയ്ഡ് ആവില്ല. നമുക്ക് എത്ര വെയിലത്തോ വീടിൻ്റെ അകത്തൊക്കെ ആയിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഫൈബറിൻ്റെ തന്നെ ഒരു പ്ലാസ്റ്റിക് പോട്ടാണ്. ഇതൊക്കെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 140 രൂപ വലുത്, ചെറുത് 110. അതിൻ്റെ കുറച്ചുകൂടി വലുതാണ് അവിടെ ഇരിക്കുന്നത് വലുത്. ഇതൊക്കെ ഫൈബറിൽപ്പെട്ട ഫോട്ടോകളാണ്. ഇതൊക്കെ ഏകദേശം വൈറ്റ് ഇതൊക്കെ വരുന്നത് 495 രൂപ വരും. ഇത് നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഇതല്ലേ ഫൈബർ ഫോട്ടോ തന്നെയാണ്. ചെറിയ ക്യാറ്റസ്, ചെറിയ മണി പ്ലാന്റ്, അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ പുറത്ത് ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോട്ടാണ്. 120 രൂപയാണ് അതിൻ്റെ പ്രൈസ്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ 160 രൂപ വരും. വൈറ്റ്, ബ്ലാക്ക് ഉണ്ടാകും. ബ്ലാക്ക് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ഒരു വേറെ ഡിസൈനുകൾ വരുന്നത്. അതിൻ്റെ ബിഗാണ് വേറെ ഒരു വെറൈറ്റി. ഇതൊക്കെ 100 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ. ഫോട്ടോ ആയിട്ടാണോ വേറെ എന്തെങ്കിലും? ഇല്ല, ഫോട്ടോ തന്നെയായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഡാണത്. ഇതൊരു കോർണർ സ്റ്റാൻഡാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് കോർണർ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സെൻറ്ററിലൊക്കെ ഇട്ട് കൊടുക്കാവുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് ഏകദേശം നമ്മൾ ചെയ്തേക്കണത് ഒരു പ്ലാവിൻ്റെ വുഡ് വെച്ചിട്ടാണ്. നമുക്ക് ഇത് പോളിഷൊക്കെ ചെയ്ത് ഏകദേശം നമ്മൾ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2800 അതിൻ്റെ ചെറിയൊരു വേറൊരു സ്റ്റാൻഡാണ് ഇത്. ഇതൊക്കെ വരുന്ന 2000 രൂപയാണ് സെയിൽ പ്രൈസ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നമുക്ക് പ്ലാന്റുകൾ ഒരുപാട് വയ്ക്കാം. നല്ല വെയിറ്റിനാണ് ഇത് കൊടുത്തത്. നല്ല വുഡ് വെച്ചിട്ട് തേക്കിൻ്റെ വുഡാണ് ഇതിൽ യൂസ് ചെയ്തത്. ഇതിൻ്റെ സെയിൽ പ്രൈസ് 4200 അതിൻ്റെ ചെറുതാണ് ഈ കിടക്കുന്നത്. ഇത് വരുമ്പോൾ 3200 വരും. ഇത് ഏകദേശം അത്യാവശ്യം പ്ലാന്റുകളൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അത് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 3300 അതിൻ്റെ പ്രൈസ് ഇട്ടേക്കണേ. മെറ്റൽ നല്ല അത്യാവശ്യം അതിൻ്റെ എപ്പോക്സി എന്ന് പറയുന്നൊരു പ്രത്യേക പെയിൻ്റാണ് അതിന് യൂസ് ചെയ്തേക്കണത്. അത്യാവശ്യം വെള്ളം വെയിൽ ഒക്കെ കൊണ്ടാൽ അതിനകത്ത് ഫെയ്ഡ് വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കോസ്റ്റ് വന്നേക്കണം. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആ ഒരു റൗണ്ടിൽ വന്നത് കൊണ്ടാണ് അതിന് 3300 അത്രയും പ്രൈസ് വന്നേക്കുന്നത്. ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ചെറിയൊരു നമുക്ക് ഷോ കേസിലേക്ക് വയ്ക്കാവുന്ന ഫോട്ടോയാണ് കാണാൻ. ഇതൊക്കെ MRP പ്രൈസ് എന്ന് പറയുന്നത് 390 അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഫോട്ടോയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. അതിൻ്റെ MRP 440 രൂപയാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്ര നേരം നമുക്ക് വളരെ ഭംഗിയുള്ള പ്ലാന്റ്സും അതേപോലെ തന്നെ പോട്ട്സും സെറാമിക് പോട്ട്സും എല്ലാം കാണിച്ചത് നൗഫലിനോട് വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഷോപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളി ചാനലിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലേ കസ്റ്റമേഴ്സ്? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഈ ഷോപ്പിൽ വന്ന് നമ്മുടെ മലയാളി ചാനലിൻ്റെ പേര് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്കൗണ്ട് വരും. അല്ല തന്നെ നോർമലി ഞാൻ ഇവിടെ കസ്റ്റമേഴ്സ് വരുന്ന കണ്ടു, അത്യാവശ്യം ഇട്ടിട്ടില്ല. ഇത് വളരെ ചെറിയ പ്രൈസിലാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ബ്രാഞ്ചേസി വേറെ പട്ടിയെടുത്തുള്ള ഷോപ്പിലും റേറ്റ് വളരെ കുറച്ചാണ്. പോട്ട്സിനായാലും പ്ലാന്റ്സിനായാലും ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഇൻസ്റ്റയിൽ നമുക്കൊരു പേജുണ്ട്, ഫ്ലോറ ഗാർഡൻ എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 2-3 മന്ത് ആയിട്ടുള്ളൂ. അത്യാവശ്യം റീച്ചായി വരുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.